Acer Aspire 3 Spin 40 സീരീസിൽ വരുന്ന ഒരു ടച്ച് സ്ക്രീൻ ലാപ്ടോപ്പ്. Acer Aspire 3 Spin 14 കൺവെർട്ടബിൾ ലാപ്ടോപ്പാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു മികച്ച കൺവെർട്ടർ ലാപ്ടോപ്പായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ടോട്ടലി ഒരു വർത്ത് ഓഫ് മണി എന്നൊക്കെ പറയാം. ഒരു കൺവെർട്ടബിൾ ലാപ്ടോപ്പാണ്. നിങ്ങൾക്കിത് മടക്കിയിട്ട് യൂസ് ചെയ്യാം. ഒരു ടാബ് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു സ്റ്റൈലസ് കൂടെ അതിൻ്റെ കൂടെ കമ്പനിക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബഡ്ജറ്റിൽ അതിൻ്റെ കൂടെ ഒരു പെന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഒരു സ്റ്റൈലസ് കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെട്ടൊരു സംഭവമാണ്. കുറേ പേര് ഇതുപോലെ ലാപ്ടോപ്പിൻ്റെ ഇതുപോലെ ടച്ച് സ്ക്രീന് അതുപോലെ പെന്നൊക്കെ യൂസ് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ഈ വരക്കുന്ന ആൾക്കാരൊക്കെ, ആർട്ടിസ്റ്റുകളൊക്കെ, അവർക്കൊക്കെ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ലാപ്ടോപ്പാണ്. ഒരു 45 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൽ വരുന്നത്. ഒരു സ്മോൾ പിന്ന്. ചാർജ് ചെയ്യാൻ ഏകദേശം 0-100 ആവാൻ ഏകദേശം 1.5 മണിക്കൂറോളം ടൈം വരും. ടൈപ്പ് സി ചാർജർ അല്ല, സ്മോൾ പിന്നാണ് വരുന്നത്. ഒരു പ്രീമിയം ലാപ്ടോപ്പിൻ്റെ ലുക്കും ബിൽഡ് ക്വാളിറ്റി ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കവറും സി കവറും ഇത് രണ്ടും മെറ്റാലിക് ആണ്. ഒരു നോർമൽ ടൈപ്പ് കീബോർഡാണ്. ബാക്ക് ലൈറ്റ് ഉള്ള മോഡലല്ല ഇത്. കോളേജ് സ്റ്റുഡൻസ്, അതേപോലെ ഡോക്ടേഴ്സ്, അതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇവർക്കൊക്കെയാണ്, അതുപോലെ ഈ ട്രാവലേഴ്സ്, ഇവർക്കൊക്കെയാണ് ഇങ്ങനത്തെ ലാപ്ടോപ്പ് കൊണ്ട് ഏറെ ഉപകാരമുള്ളത്. അത് കൺവേർട്ട് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. അത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ആൾസോ സൈസ് 14 ഇഞ്ചാണ്. വെയിറ്റ് ആകെ വരുന്നത് 1.5 kg ആണ്. 1.5 കിലോ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ കൊണ്ടു നടക്കാനും ട്രാവലേഴ്സ് അതുപോലുള്ള ആൾക്കാർക്കൊക്കെ കൊണ്ടെടുക്കാവുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ്. രണ്ട് USB 3 വരുന്ന പോർട്ടുകളും ഒരു ടൈപ്പ് സി പോർട്ടും ഒരു HDMI പോർട്ടും ഒരു ചാർജിങ് പോർട്ടുമാണ് പോർട്ടുകളായിട്ട് ഇതിലുള്ളത്. പിന്നെ അതിൽ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. നല്ല അടിപൊളി വിഷ്വൽസ് കാണാൻ പറ്റിയ നല്ല പിക്ചർ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഇതിൽ വീഡിയോസിൻ്റെ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒന്നുകൂടി ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് 14 ഇഞ്ചിൽ ഫുൾ HD അല്ല, WXGA ഡിസ്പ്ലേ ആണ്. ഫുൾ HDയേക്കാൾ ആസ്പെക്ട് റേഷ്യോ അതേപോലെ സ്ക്രീൻ റെസൊല്യൂഷനും കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. നല്ല വൈഡ് വ്യൂ ആംഗിളിംഗ് ഒക്കെ കിട്ടും. IPS ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡ് നോക്കിയാലും കറക്റ്റായിട്ട് ഫെയ്ഡിങ് ഇല്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. സ്ക്രീനൊക്കെ നല്ല സ്മൂത്താണ്. നമുക്കിത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നോർമൽ ആപ്പ് യൂസ് ചെയ്യുമ്പോഴുള്ള മൗസ് പാഡ് വെച്ചിട്ടുള്ള ഉപയോഗത്തിലേറെ എത്രയോ സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ വെച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് 1.5 മണിക്കൂറാണ് ഫുള്ളാകാൻ എടുക്കുന്ന ടൈമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് 8 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. അതൊരു സ്റ്റാൻഡ് ബൈ ടൈം കൂട്ടിയാൽ മതി. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലേ ബാക്ക് വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 2 മണിക്കൂർ കൂടി കുറയും. 6 മണിക്കൂർ ആ ലെവലിലൊക്കെ ആയിട്ട് നമുക്കിതിൽ ബാക്കപ്പ് കിട്ടുക വർക്കിംഗ് ടൈമിൽ. ഇതിൻ്റെ സ്പെക്കായിട്ട് വരുന്നത് Core i3 N സീരീസിൽ വരുന്ന പ്രോസറാണ്. Core i3 13th ജനറേഷന്. ഏകദേശം 8 കോറും 8 ത്രെഡ്സും വരുന്ന പ്രോസറാണ്. 13th ജനറേഷൻ ആകുമ്പോൾ തന്നെ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ കുറവാണ്. 12th അപേക്ഷിച്ച് ബാറ്ററി ബാക്കപ്പും ഹീറ്റിങ്ങും ബെറ്റർ ആയിട്ടുണ്ട്. DDR5 വരുന്ന 8 GB റാമാണ്. അതുപോലെ 4800 MHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. മൈക്രോൺ എന്ന ബ്രാൻഡിൻ്റെ ജനറേഷൻ 4 വരുന്ന 512 GB NVMe SSD ആണ് വരുന്നത്. വിൻഡോസ് 11 അതുപോലെ MS ഓഫീസ് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്.
ലൈഫ് ടൈം. നിന്റെ പെന്ന് തല തിരിച്ചാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നിന്റെ ബാക്ക് ഭാഗം കൊണ്ടാണ് ടച്ച് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് Core i3 13th ജനറേഷൻ പ്രോസർ, അതുപോലെ 8 GB DDR5 വരുന്ന റാം, 512 SSD, അതുപോലെ 14 ഇഞ്ച് ഡിസ്പ്ലേ. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു WXGA ഡിസ്പ്ലേ ആണ്, നോർമൽ ഫുൾ HD ഡിസ്പ്ലേ അല്ല. 1900x1200 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ ഒരു പോർട്ടുകൾ കൊടുത്തിട്ടുള്ളത് 2 USB പോർട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, Type C പോർട്ട് ഉണ്ട്, പിന്നെ വരുന്നത് ചാർജിങ് പോർട്ടാണ്. പിന്നെ നമുക്ക് ഇത് ടാബ് പോലെ ഇത് യൂസ് ചെയ്യാം. ടാബ് പോലെ നമ്മൾ മടക്കി വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഈ കീബോർഡുകൾ നീങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ടാബ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സ്റ്റൈലസ് പെൻ, ഒരു പെന്ന് കൂടെ കമ്പനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വരക്കുന്നൊക്കെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. 1 ഇയർ ഇൻ്റർനാഷണൽ വാറണ്ടിയും അതുപോലെ 3 വർഷത്തെ വാറണ്ടി വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഇതിന് വേറൊരു ഓപ്ഷൻ കണ്ടത് ഇതിൻ്റെ ക്യാമറയാണ്. നല്ലൊരു ഫുൾ HD ക്യാമറ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കോള്, അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിൾ മീറ്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്.